വയനാട് പനമരം തീർവാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ ട്രാൻസ്ഫോമർ അപകട ഭീഷണി എന്ന് പരാതി. സ്കൂളിന് മുന്നിലൂടെയാണ് 11 kV ഹൈ ടെൻഷൻ ലൈൻ കടന്നുപോകുന്നത്. കുട്ടികൾക്ക് അപകട ഭീഷണിയാണെന്ന് കാണിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായില്ലെന്ന് അധ്യാപകരും PTA ഭാരവാഹികളും 24-നോട് പറഞ്ഞു. ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളിൻ്റെ PTA കമ്മിറ്റിയും അതേപോലെ അധ്യാപകരും ചേർന്ന് ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ കളക്ടർക്കും നമ്മുടെ വയനാട് ജില്ലാ പഞ്ചായത്തിനും KSEBിക്കും ഇതിനോടകം കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ അപേക്ഷ കൊടുത്തിരുന്നു. നാളിതുവരെയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു നിലപാട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് നമ്മളിവിടെ സ്കൂളിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിച്ചതാണ്. പക്ഷേ അതിനുശേഷം പലതവണ ആവശ്യപ്പെട്ടതാണ് നമുക്കിത് സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നവീന പഠന രീതി അനുസരിച്ച് കുട്ടികൾക്ക് സ്പർശനത്തിലൂടെയൊക്കെ അറിയുന്ന ഒരു സിസ്റ്റമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചിലപ്പം ഒരു കുട്ടിക്കൊരു കൗതുകം തോന്നിയൊന്ന് ഒരു പച്ചക്കമ്പെടുത്തുന്നത് എന്താണെന്ന് അറിയണമെന്ന് തൊട്ട് നോക്കിയാൽ കൂടി അപകടത്തിലേക്ക് പോകാം. സുർജിത അയ്യപ്പത്താണ് ചേരുന്നത് വിവരങ്ങളുമായി. സുർജിത, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ പരാതി നൽകിയിട്ടും ഓഗസ്റ്റ് മാസത്തിൽ പരാതി നൽകിയിട്ടാണ് നടപടി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണിത്? എന്താണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം കിട്ടിയിരുന്നു? സ്മിത ക്രിസ്റ്റീന, ഇത് നീർവാരം ഗവൺമെൻറ് സ്കൂളാണ്. ആ സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ, അതായത് ഗേറ്റിനോട് ചേർന്ന് തന്നെയാണ് ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നത്. ഇതിൻ്റെ സ്റ്റേ വയർ എല്ലാം തന്നെ കടന്നു പോകുന്നത്, അത് സ്റ്റേ വയർ നാട്ടിയിരിക്കുന്നതെല്ലാം സ്കൂൾ കോമ്പൗണ്ടിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഈ സ്പാർക്കിംഗ് അടക്കം ഇതിനകത്തുണ്ടാകും. മാത്രമല്ല ഹൈ ടെൻഷൻ ലൈൻ 11 kV ഹൈ ടെൻഷൻ ലൈൻ കടന്നു പോകുന്നതും ഇതിന് തൊട്ട് മുകളിലൂടെ, അതായത് സ്കൂളിൻ്റെ കവാടത്തിൻ്റെ മുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. സ്വാഭാവികമായും കുട്ടികളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് വലിയ ആശങ്ക ഈ അധ്യാപകർക്കും ഒപ്പം തന്നെ രക്ഷിതാക്കൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് പരാതി നൽകിയത്. ആ പരാതി ജില്ലാ പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട്, ഒപ്പം തന്നെ ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്, KSEBിക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു കൃത്യമായ രീതിയിൽ ഇത് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ആക്ഷേപമായി ഉയരുന്നത്. ഇതിൽ KSEB നൽകുന്ന വിശദീകരണം ഇത് സുരക്ഷിതമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്. കാരണം ഇതിന് ചുറ്റും ഒരു സുരക്ഷിത വലയം നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള തരത്തിലൊരു നിഗമനത്തിലാണ് KSEBിയുടെ നിലപാട്. എന്തായാലും ഇത് മാറ്റി സ്ഥാപിക്കണം. മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള തരത്തിലുള്ള ആശങ്ക തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. തേവലക്കരയിൽ ഉണ്ടായ അനുഭവം കൺമുന്നിലുണ്ട്. സ്വാഭാവികമായും കുട്ടികൾ ഒരു കൗതുകത്തിനെങ്കിലും അതിന് താഴെ പോയി നിൽക്കുകയോ അതിനെ സ്പർശിക്കുകയോ ചെയ്താൽ അത് വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് കടക്കണമെന്നുള്ള ആവശ്യം ഉയർത്തുകയാണ് PTA ഭാരവാഹികളും ഒപ്പം അധ്യാപകരും നാട്ടുകാരും. അതായത് നിർവാരം ജംഗ്ഷനിൽ തന്നെയാണ് ഈ സ്കൂളുള്ളത്. ആ സ്കൂളിൽ തൊട്ട് ചേർന്ന്, അതായത് അതിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെ ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ സ്റ്റേ വയർ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്പാർക്കിംഗ് ഉണ്ടാകുന്നതും വലിയ രീതിയിലുള്ള ആശങ്ക ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അധ്യാപകരെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും ഉണ്ട്. സ്മിത ക്രിസ്റ്റീന. സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുള്ള ചില നടപടികളുണ്ട്. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് വിവരശേഖരണമാണ്. ഈ വിവരശേഖരണം എന്ന് പറയുമ്പോൾ സ്കൂളിലെ ഭൗതിക സാഹചര്യം സംബന്ധിച്ച് കുട്ടികൾക്ക് ഒരു ഭയാശങ്കകളുമില്ലാതെ അപകടമില്ലാതെ സുരക്ഷിതത്വത്തോടുകൂടെ പഠിക്കാനാകുമോ, അതിനുള്ള സാഹചര്യമുണ്ടോ എന്ന കാര്യത്തിൽ മറുപടി നൽകണം. തെരുവുനായ ശല്യം പ്രധാന പ്രശ്നമായി ഉന്നയിച്ചു കൂടുതൽ സ്കൂളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം വിവരശേഖരണം നടത്തും. സേഫായിട്ട് കുട്ടികൾക്ക് പഠിക്കാനാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകുമോ? എന്തായാലും ആ രീതിയിൽ ഒരു നടപടി. അപ്പോൾ ഈ വിവരശേഖരണത്തിന് നമ്മുടെ ഇത്തരം റിപ്പോർട്ടുകളും ഗുണകരമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ മാത്രമല്ല, ഒരു മനുഷ്യജീവൻ അല്ലെങ്കിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോകാതിരിക്കട്ടെ. അതിനുള്ള നടപടികൾ ഇനി പേപ്പറിലോ നിർദ്ദേശങ്ങളോ അങ്ങനെ മാത്രം പോരാ, കൃത്യമായ നടപടികൾ ഉണ്ടാകണം.